നമസ്കാരം. ബിഗ് ബോസിന്റെ ഇന്നത്തെ സൺഡേ എപ്പിസോഡ്, ലാലേട്ടന്റെ എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച മാതിരി ഒരാൾ ഔട്ടാകുമെന്ന് പറഞ്ഞത് റെന തന്നെ ആയിരുന്നു. റെനെ എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. അത് നമ്മൾ വിശ്വസനീയമല്ലാതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ റെന തന്നെയാണ് ഔട്ടായത്. ഇന്ന് ചില നാടകീയ രംഗങ്ങൾ ലാലേട്ടൻ ഫ്ലോറിൽ നിന്ന് എവിക്ഷൻ ടൈമിലെ ഒരു നാടകീയമായ ഇറങ്ങിപ്പോക്കൊക്കെ നടത്തി. അതുപോലെ തന്നെ ഈ ഷാനവാസ് അനീഷ് ബന്ധം കുറച്ചുകൂടെ ദൃഢമാക്കി. എല്ലാവരുടെയും സൗഹൃദങ്ങൾ അവരെ കൊണ്ട് തന്നെ ലാലേട്ടൻ ഇങ്ങോട്ട് പറയേണ്ട കാര്യങ്ങൾ അവർക്ക് തന്നെ സ്വയം ചിന്തിച്ച് അവരെ ഒന്ന് മെരുക്കി നന്നാക്കി എന്ന് വേണം ഇന്നത്തെ എപ്പിസോഡിന്റെ ചുരുക്കം. എന്നുവെച്ചാൽ ഇവർക്ക് തന്നെ ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു ഒരു കാര്യം അവിടെ കൊണ്ടുവന്നു. അതായത് സ്വയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആര്, ഏറ്റവും റിഗ്രറ്റ് തോന്നിയ സംഭവം ഏത്, അതുപോലെ പബ്ലിക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കാര്യം ഏത്, എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും വന്ന് പറയുന്നു ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായി പോയി. പിന്നെ അക്ബർ പറയുന്നു രേണുസുതിയുടെ കാര്യം അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ട്. അതുപോലെ ആര്യം പറയുന്നു പിന്നെ ശൈത്യയെ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ വിഴുപ്പലക്കൽ നടന്നു. ഇത്രേ ഉള്ളൂ സംഭവം. ഇതിനകത്തില് എന്തായാലും ശരി, ഇതിനകത്തിലുള്ള ഒരു ടെൻഷൻ ഇവർ തമ്മിലുള്ള 16 പേരുണ്ടായിരുന്നു, ഇപ്പൊ ഇന്ന് 15 അപ്പൊ ഈ 16 പേരില് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറെ ഫിക്ഷൻസ് അത് കുറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അതിനൊടുവില് ഒരു ഇന്നത്തെ എവിക്ഷനിലേക്ക് വന്നപ്പോൾ ലാലേട്ടൻ ഇന്ന് വളരെ സൈലന്റ് ആയിട്ട് തന്നെയായിരുന്നു. ഇന്നലെ അതുപോലെ തന്നെയായിരുന്നു. ഈ ഒരു ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയതല്ല, ഒരു സ്ക്രിപ്റ്റഡ് ഇറങ്ങിപ്പോക്കാണ്. അത് ബിഗ് ബോസിന്റെ ഒരു കളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഈ എവിക്ഷൻ സമയത്ത് ഈ പിന്നെ എവിക്ഷൻ ലിസ്റ്റിലുള്ളവരെ വെളിയിൽ കൊണ്ടു നിർത്തുകയും അകത്തുള്ള ഒരംഗം പോയിട്ട് ഇവരുടെ 1-ാം നമ്പർ എടുക്കുന്നു. അവിടുന്ന് 1-ാം നമ്പറുടെ പേര് ആരാണ് വന്നത് അവർക്ക് മാലയിട്ട് അപ്പോൾ ഒരു ബിഗ് ബോസ് ഒരു പാട്ടിലൂടെ ഡാൻസ് കളിച്ച് അകത്ത് വരിക. അങ്ങനെ ആദ്യം പിന്നെ പോയിട്ട് ആര്യനാണ് ലക്ക് കിട്ടിയത്. അങ്ങനെ ആര്യനെ മാലയിട്ട് അകത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ ഓരോരുത്തരെ 1 by 1 ആയിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ലക്ഷ്മിയും റെനയും മാത്രം അവിടെ ബാക്കി നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അക്ബറിനെ വിടുന്നു. അക്ബറിനെ വിട്ട് കഴിയുമ്പോൾ അക്ബർ ഒരു അപ്സെറ്റ് മൈൻഡിലാണ് അതിനകത്തില് വന്നെന്ന് വേണം കരുതാൻ. എന്തായാലും ശരി, ലക്ഷ്മിയുടെ കഴുത്തിലേക്ക് മാലയിടുന്നു. അങ്ങനെ റെന ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്നേക്കുമായി വിടവറും. ഇവർക്കൊക്കെ വരുമ്പോ കാണിക്കുന്ന ഒരു ആവേശമൊന്നും പോകുമ്പോ ഇവരെല്ലാം വളരെ സെന്റിമെന്റലായിട്ട് എല്ലാവരെയും വിട്ടുപിരിയുന്നതും പ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെയാ പോകുന്നത്. ഇത് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഗെയിമിന്റെ പാർട്ടായിട്ട് ഇതിനകത്ത് പലരുടെയും മുഖം മൂടികൾ കാണിച്ചതെല്ലാം അഴിച്ചിട്ട 2 ദിവസമാണ് ഇന്നലെയും ഇന്നും എന്ന് വേണം നമുക്ക് കരുതുവാൻ. റെന ഫാത്തിമ പോയെങ്കിലും ഇതിനകത്തില് പിന്നെ ആ സാബു മാനയൊക്കെ എന്തോയിനാണ് എനിക്കറിയത്തില്ല. അവനെ തപ്പി ഓരോന്ന് ലാലേട്ടനൊന്ന് ഉണർവ് കൊടുക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒന്ന് പറയുന്നത്. പക്ഷെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും നിർത്തുന്നത്. അതുപോലെ ഇനിയിപ്പം അടുത്ത ഒരു ഒനിയിലൊക്കെ വന്ന് പിന്നെ ഈ വക്കിൽ നിന്നിട്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നവരാണ് ഒനിയിലൊക്കെ. അതുപോലെ ആര്യന് വോട്ട് കുറവായിരുന്നു. പിന്നെ ആര്യന് മാല ഇട്ടത് അനുമോളാണ്. മാല ഇട്ടപ്പുറം നീ എന്നെ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ലാസ്റ്റ് മുമ്പേ ഉള്ള ഒരു സീൻ എന്ന് പറയുന്നത് ആദിലയ്ക്ക് സേവ് ചെയ്യുന്ന സമയത്ത് അനുമോളും നൂറയും കൂടി വെളിയിലേക്ക് ഓടിപ്പോയി. സന്തോഷം സഹിക്കമയ്യ ഓടിപ്പോയപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ പോയത്, ആര് പറഞ്ഞിട്ട് പോയി, ഇവിടെ ബാക്കി ഇരിക്കുന്നവരെല്ലാം അനുസരിക്കുന്നത് നിങ്ങൾക്ക് മാത്രം എന്താ ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ടാന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ പാട് നിങ്ങളെന്താ വെച്ചാൽ നിങ്ങൾ എവിക്റ്റ് ചെയ്യുന്നു പറഞ്ഞ് ലാലേട്ടൻ ഇറങ്ങി പോവായിരുന്നു. അതൊരു ബിഗ് ബോസിനെ കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തൊരു സംഭവം. ലാലേട്ടൻ യുക്തിപൂർവ്വം അവിടെ നിന്ന് പോയി എന്നേ നമുക്ക് കരുതാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലാലേട്ടൻ വരുന്നുമുണ്ട്. ഇപ്പൊ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയതോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയതോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഷോ ഓഫ് കാണിച്ചെന്നുള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ശരി,
എല്ലാവർക്കും പൊതുവേ ഇന്നത്തെ ഒരു സന്തോഷം നിറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇനിയും ഉള്ള ഈ ആരോപണങ്ങളും വഴക്കുകളും കൊണ്ട് ബിഗ് ബോസ് ഹൗസ് കുത്തി നിറയ്ക്കാൻ ആരും തയ്യാറാകണ്ട എന്നുള്ള സന്ദേശം മെസ്സേജാണ് ലാലേട്ടൻ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും കൊടുത്തത്. ചൂടാകേണ്ട പല കേസുകളും നമ്മുടെ ഷാനവാസ്, നെവിൻ പ്രശ്നമൊക്കെ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് സോറി പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ വളരെ ഒരു ഫാമിലി സെറ്റപ്പ് എല്ലാവരും കൂടെ ആക്കിയിട്ടുണ്ട്. ഇനി ഗെയിമിൽ നിങ്ങളുടെ തന്ത്രങ്ങളും അല്ലെങ്കിൽ മൈൻഡും ഉപയോഗിക്കാൻ മാത്രമാണ് ലാലേട്ടന്റെ ഉപദേശം. എന്തായാലും ശരി, റന ഫാത്തിമ പോയി ചിവിടുന്നായിരുന്നു അതിൻ്റെ പേര്. ഒരു വെളിയിലൊക്കെ ഇറങ്ങുമ്പോഴെങ്കിലും കുറച്ച് ജീവിതത്തിലെ കുറെ നല്ല കാര്യങ്ങൾ പഠിച്ചാൽ നല്ലത്. സൊസൈറ്റിയിലൊക്കെ നമ്മൾ എങ്ങനെ കഴിയണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഈ അകത്ത് കാണിച്ച സ്വഭാവങ്ങളോ ഇതുപോലുള്ള ഈ മറ്റോ പ്രായമുള്ളവരെ കയറി നീ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് വളരെ അരോചകമായി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ശരി, മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.